ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന നടത്താൻ സ്ത്രീകൾക്ക് മൗലിക അവകാശമുണ്ടെന്നും ഈ അവകാശം സംരക്ഷിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും ബോംബെ ഹൈക്കോടതി. മഹാരാഷ്ട്രയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനാനുമതി നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കോടതി നിർദ്ദേശം പാലിക്കുമെന്ന് ഉറപ്പ് നൽകിയ മഹാരാഷ്ട്ര സർക്കാർ സ്ത്രീകളെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. മഹാരാഷ്ട്രയിലെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന് ബോംബെ ഹൈക്കോടതി ഇന്നലെ ചരിത്രവിധിയിലൂടെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രങ്ങളിൽ സ്ത്രീ പ്രവേശനത്തിനായുള്ള മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന ഭൂമാതാ മഹിളാ ബ്രിഗേഡ് അഹമ്മദ്നഗർ ജില്ലയിലെ ശനി ശിഗ്നാപൂർ ക്ഷേത്രത്തിൽ എത്തിയത്. സംഘടനയുടെ നേതാവായ തൃപ്തി ദേശായിക്കൊപ്പമെത്തിയ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പ്രദേശവാസികളും ക്ഷേത്രം അധികൃതരും അനുവദിച്ചില്ല. സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതിനെതിരെ NCP പ്രവർത്തകരും പ്രതിഷേധിച്ചു. ഇതേ തുടർന്ന് വൻ സംഘർഷാവസ്ഥയാണ് സ്ഥലത്തുടലെടുത്തത്. പിന്നാലെ പോലീസ് എത്തി തൃപ്തി ദേശായിയെ കസ്റ്റഡിയിലെടുത്ത് നീക്കി. ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ ഇന്നലെയും വിലക്കിയിരുന്നു. ഹൈക്കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് വിലക്ക് തുടരാൻ ക്ഷേത്രം അധികൃതർ നിരത്തുന്ന കാരണം. എന്നാൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്ന ഹൈക്കോടതി വിധി നടപ്പാക്കാത്തതിന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ കേസ് കൊടുക്കുമെന്ന് തൃപ്തി ദേശായി പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാൻ സ്ത്രീകൾക്ക് അനുമതി നൽകും വരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് സംഘടനയുടെ തീരുമാനം. റിപ്പോർട്ടർ, ദില്ലി.